പാത്തുവോ ആമച്ചിയെ ഈ എവിടെ മോള ആ മേലുണ്ട്. ആ പഠിക്കണേ എന്താണ് ഇതൊക്കെ മറച്ചു നോക്കണേ. ഇന്ന് മുട്ടല്ലടി ഒക്കെ നോക്കട്ടെ നല്ലപോലെ എന്റെ കുട്ടി പഠിക്കണുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നോക്കണ്ടേ. പിന്നെ നിനക്ക് തിരിയൂല പോയിക്ക. ഉമ്മക്ക് തിരിയാത്താണ്. ഇതാരാ ഇതൊക്കെ തിരിഞ്ഞു. ഇതാരാ ഫ്രണ്ട്. ഇതിപ്പോ ഇൻസ്റ്റഗ്രാം. ഇവനായിട്ട് വാട്സപ്പിലും ചാറ്റ് ചെയ്യണ്ടല്ലോ. അത് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ അങ്ങനൊക്കെ തന്നെ. നിങ്ങൾക്ക് എന്തിനാ ഇതൊക്കെ എടുത്ത് നോക്കണേ? പക്ഷെ ഫ്രണ്ട്സിന്റെ മട്ടിലല്ലോ ഈ ചാറ്റ് ചെയ്യണത് ഇവനായിട്ട്. ഇതെന്തിനാ ഓനക്ക് ഉമ്മയൊക്കെ അയച്ചു നോക്കണേ? എന്തിനാണ് ഓനക്ക് ഉമ്മയൊക്കെ അയച്ചു കൊടുക്കുന്നത്? ഇഷ്ടാ. ഇനി ഫോൺ ഇങ്ങോട്ട് കൊണ്ടാ. നിങ്ങൾ ഫോണൊക്കെ എടുത്ത് നോക്കണേ? എനിക്ക് പ്രൈവസി ഒന്നും ഇല്ലേ? എന്ത് പ്രൈവസി? നിങ്ങൾ അറിഞ്ഞു എനിക്ക് ഓനെ ഇഷ്ടാ. ഇത്രേ ഉള്ളൂ. നമ്മടെ കുട്ടി അതങ്ങോട്ട് മറന്നോളട്ടാ. അതെന്ത്? അന്നെ പഠിക്കാനാ ഇവിടുന്ന് പറഞ്ഞത്, അല്ലാതെ കണ്ണി കണ്ട ഓറാൻ പറഞ്ഞ ചെക്കന്മാരെ കൂടെ നടക്കാനല്ല. എന്താണ് പറഞ്ഞാല്? എന്താടി പറഞ്ഞാല്? ഫോണ് കൊണ്ടാ. ഇന്ന് മുതൽ എനിക്ക് ഫോണില്ല. അപ്പോഴോ ഇന്ന് മുതൽ എനിക്ക് ഫോണില്ല. എനക്ക് എന്തിനാ ഫോണ്? എനിക്ക് 18 കഴിഞ്ഞിക്കണ്. ഞാൻ ഒരാളെ പ്രേമിക്കാൻ കുഴപ്പമെന്താ? 18 കഴിഞ്ഞിക്കണെന്നാ? എന്നിട്ട് ഒരു കാര്യം ചെയ്യും, 18 തൂക്കിട്ട് നാക്ക്. 18 കഴിഞ്ഞെന്താടി? ഫോണ് കൊണ്ടോ? എന്തിനാ അതൊക്കെ നോക്കണ നിങ്ങള്? എന്താടി ഞാൻ നോക്കട്ടെ എന്റെ ഫോണിലുള്ളത്? ശരി, ഇനി വിളിക്കൂല. ഫോൺ കൊണ്ടാ. എന്ത് വിളിക്കൂല? അനക്കെന്താ ബേജാറിന്റെ കയ്യില് ഫോൺ ഇരിക്കുമ്പോ? നിങ്ങൾ എന്തിനാ ഇതൊക്കെ നോക്കുന്നേ? നിന്റെ പ്രൈവസിൽ എന്റെ ഫോണേ. ഇതെനക്കാരെ മേടിച്ചെന്ന്? അപ്പൊ ഇതോ? അപ്പൊ ഇതോ? അപ്പൊ പിന്നെ എന്ത് പ്രൈവസി അടി എനിക്കുള്ളത് ഞങ്ങളുടെ ഇടയില്? എന്ത് പ്രൈവസി അടിയുള്ളത്? അതെ, ഇതൊരു കാര്യം മനസ്സിലാക്കണം. ആയമ്മൂട്ടിയുടെ മകള് അതായത് അടക്കമില്ലിൽ പണിക്കുവാണ് ആയമ്മൂട്ടിയുടെ മകളാണ്. ഇജ്ജ് കിടന്ന് അങ്ങോട്ട് തുള്ളണ്ട. ഇത് വാടക വീടാ. ഇതല്ലാണ്ട് കിടന്ന് തുള്ളണ്ട കേട്ടാ. ഇനി ഇവിടുത്തെ കിടന്നിട്ട് ഇങ്ങനെ ചെയ്യണത്? ഈ കണ്ണി കണ്ട അന്യമരത്തിലുള്ള ചെക്കന്മാരൊക്കെ എന്തിനാ കുട്ടിയെ പ്രേമിക്കാൻ നിൽക്കണത്? ഇതിനാ എന്നെ ഇവിടുന്ന് സ്കൂളിലേക്ക് പറഞ്ഞേക്കണത്? പറയ്, ഇതിനാ എന്നെ ഇവിടുന്ന് സ്കൂളിലേക്ക് പറഞ്ഞേക്കണത്? അതൊക്കെ നടന്നല്ലമ്മ. എന്ത് നടന്നത്? ഇന്നേക്കാളും എന്റെ ഉപ്പച്ചനേക്കാളും വലുതാണ് എനിക്ക് ഈ ചെക്കൻ. ഇഷ്ടമൊക്കെ എത്ര അറിയുള്ളൂ. നിങ്ങൾ നടത്തി തരണം. കേട്ടപ്പെടാണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, മോന്തൊക്കെ നോക്കിട്ട് നടത്തി തരണം പോലും. ഇതിനാണ് അടി എന്നെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണത്? പഠിക്കാനുള്ള പ്രായത്തിൽ ഇങ്ങനെ കണ്ടിക്കണ്ടോനെ പ്രേമിച്ചെടുക്കുക? ഫോൺ ഇങ്ങോട്ട് തരി. മതി. എന്ത് മതി? എന്ത് മതി? ആ മനുഷ്യൻ കണ്ട ഉറക്കമില്ലും പോയിട്ട് ആ ജീവൻ പണയം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എന്നിട്ട് എനിക്ക് എല്ലാ സാധനങ്ങളും ഒരുക്കി തന്നിട്ട് എനിക്ക് കണ്ണി കണ്ട ഈ അന്യമൃസനായ ചെക്കനായിട്ട് പ്രേമരെ. എടി ഇവന്റെ മൂന്ന് കണ്ടാ തന്നെ അറിയാം ഇത് ഏതാ ഐറ്റം എന്നുള്ളത്. അതിന് മുടിയൊന്നും നോക്കി നോക്കി ജി. ഏതെങ്കിലും കുടുംബത്തിൽ പറഞ്ഞ ചെക്കന്മാർക്ക് ഇങ്ങനെ ഉണ്ടാവുക? ഫാഷൻ. ഇതിനാണ് അന്നെ ഞങ്ങൾ പറഞ്ഞയച്ചത് സ്കൂളിലേക്കും മദ്രസയിലേക്കും ഇങ്ങനെ കോളേജിലേക്കും ഒക്കെ? ഇതിനാണോ പറഞ്ഞയച്ചത്? എന്തോരം കഷ്ടപ്പെട്ടാണ് നമ്മുടെ കുട്ടിയുടെ ഒപ്പിച്ചിട്ട് ഇത്ര മാത്രം നടക്കണത്. അതിന് തണ്ടല് വേണിച്ച് നിൽക്കാൻ വയ്യ, കാല് രണ്ടും കടഞ്ഞിട്ട് നിവർത്തില്ല. അങ്ങനെ അടങ്ങറായിട്ടാണ് നമ്മൾ രണ്ടാളും നോക്കണത്. അതിന്റെ ഇടയിൽ നമ്മുടെ കുട്ടി ഇങ്ങനത്തെ ഓരോ പരിപാടിയൊക്കെ ചെയ്തേരം എന്തൊരവസ്ഥ? അനക്ക് ഇന്നത്തെ വല്ല ലോകവും അറിയോ? ഇന്നത്തെ ചെക്കന്മാര് MDMഉം അതുപോലെ തന്നെ കഞ്ചാവും ഇങ്ങില്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഓല് ഉപയോഗിക്കണത്. ഇന്നാളെ ആ മനക്കലത്തെ നിഹാദിന്റെ പറയണു ഓന്റെ സ്കൂളിൽ കഞ്ചാവ് ഒരുതൊക്കെ ഓനക്ക് വലിക്കാൻ കൊടുത്തുന്ന്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇത് പ്രേമിച്ചോ? പ്രേമിക്കണ്ടെന്ന് ഞങ്ങൾ പറയണില്ല, പക്ഷെ എനക്ക് അറിയണോരെ പ്രേമിക്ക്. ഇതൊന്ന് ആലോചിച്ചോക്കെ, ഈ ചെക്കൻ എനക്കറിയോ? ഈ ചെക്കൻ എനക്കറിയോ? കോളേജിൽ കണ്ടിട്ട് ഇവന്റെ ഉമ്മാനി പനി കണ്ടിക്കണ? ഇതേത് നമ്മുടെ ജാതി ഇല്ലല്ലോ, വേറെ ജാതി അല്ലേ? എന്താ പേര്? അശോകനാ? അശോക്. ഈ ചെക്കനെ പ്രേമിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ? എനിക്ക് എന്റെ വാപ്പയും ഉമ്മയും നോക്കുന്ന ആൾക്കാരെ പറ്റൂലെങ്കിൽ വേണ്ട. അങ്ങനത്തെ ഉള്ളവര് വേണ്ടെങ്കിൽ വേണ്ട.
ഇജ്ജ് പ്രേമിച്ചോ, പക്ഷെ അത് ഒന്ന് അനക്കറിയണ ആളായിക്കണം. 2 ഇജ്ജ് നമ്മളെ കൗമെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഇപ്പൊ ഈ വീരവാദം മുഴക്കി നടക്കുന്ന ആൾക്കാരൊക്കെ പറയും അന്യമതത്തിലായതിന്റെ കുഴപ്പം 2 മതത്തിലുള്ള ആൾക്കാരൊക്കെ ജീവിച്ചൂടെന്ന്. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായ കാര്യമല്ല. അവരുടെയൊക്കെ മക്കള് നാളെ ബുദ്ധിമുട്ടിയിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. ഉപ്പിയും ഉമ്മയും ഈ ഹിന്ദു മുസ്ലിം ഒക്കെ ആവുന്ന എത്രയോ ആൾക്കാരുടെ മക്കള്, എല്ലാവരുടെയും ഒന്നും ഞാൻ പറയണില്ല, എല്ലാവരുടെയും ഒന്നും വെച്ച് പറഞ്ഞില്ല, പക്ഷെ ഒരുവിധം കുട്ടികളൊക്കെ ബുദ്ധിമുട്ടിട്ടേ ഉള്ളൂ. സമൂഹത്തിൽ പോലെ എങ്ങനെ ചെയ്യാ? പിന്നെ എന്തിനാണ് ആ മനുഷ്യനെ ഇങ്ങനെ വേദനിപ്പിക്കാൻ നിൽക്കുന്നത് എന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ പൊന്നു മോളല്ല പാനം വിചാരിച്ചിട്ട് ഒന്ന് മാറി ചിന്തിക്ക്. ഇന്നാള് ഇപ്പൊ മറ്റേ ഇവിടുത്തെ ആ വളവിലത്തെ സൂറാത്താന്റെ മോളില്ലേ, ഇതേപോലെ ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയിട്ട് 1 മാസത്തിന്റെ ഉള്ളിൽ ആ കുട്ടിയുടെ ഡെഡ് ബോഡിയാണ് അവർക്ക് പിന്നെ കാണാൻ കഴിഞ്ഞത്. നിനക്കറിയാവുന്ന കേസല്ലേ? ആണോ? എന്നിട്ടാണ് ഈ ചെക്കനെ പ്രേമിക്കാൻ നിൽക്കുന്നത്? ഓന്റെ കുടുംബക്കാർ പോലും ഓനെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവൂല. അമ്മ അതിനാണോ ഓന്റെ കോലം. ഈ സ്നേഹിച്ചോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്റെ പ്രൈവസി ഈ പറഞ്ഞത് ശരിയാ, ഈ ഫോൺ എന്റെ പ്രൈവസി തന്നെയാ. പക്ഷെ നമ്മള് കേടെടുത്താനും നമുക്ക് നല്ല വഴി നിർത്താനും ഈ ഫോണിനെ കൊണ്ട് കഴിയും കേട്ടാ. ഓൾക്ക് ഇഷ്ടാത്ര ചെക്കൻ. കോളേജില് ഓൾ ഇതിനെ കല്യാണം കഴിക്കൂന്നാ പറയണത്. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എപ്പോഴും പറയലുണ്ട് ഇവളോട്, ഇന്നത്തെ പരിപാടിക്കൊന്നും നിൽക്കരുത്. ആകെ ഒരു മോളോളൂ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതെവിടെ വീട്? ഇനി ഓളൊന്നും ചെയ്യില്ലല്ലേ? ഇല്ല, ചെയ്യൂല. മനസ്സിലായി. എപ്പോഴും മോളോട് പറഞ്ഞു കൊടുക്കും. ആകെ ഒരു മോളോളൂ. എല്ലാ കാര്യങ്ങളും ഓളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പരിപാടിക്കൊന്നും നിൽക്കരുത്. ഇതിനൊന്നല്ല എന്നെ പഠിക്കാൻ പറഞ്ഞാൽ. ഈ പരിപാടിക്ക് നിൽക്കരുത്. സത്യം ചെയ്യും, ഈ പരിപാടിക്ക് നിൽക്കില്ല എന്നുള്ളത്. ഞാൻ ഇനി നിങ്ങളെ നല്ല മോളായിട്ട് നിന്നോളാം. 2 തല്ലേക്ക് തൊട്ട് സത്യം ചെയ്യാം. ഇനി ഒരിക്കലും ചെയ്യൂല. ഉറപ്പല്ലേ? അടയ്ക്കും ചായ എടുത്തരാം.